മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതായത് ഈ കൗൺസിലർ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ബി.ജെ.പി പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നത്. ഈ ആമയഴഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ മരണത്തിന് കാരണം നഗരസഭയ്ക്കുണ്ടായ വീഴ്ചയാണെന്നാണ് ഇപ്പോൾ ബി.ജെ.പി ചൂണ്ടിക്കാണിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ബി.ജെ.പി പ്രവർത്തകർ ഇപ്പോൾ എവിടെയാണ് പ്രതിഷേധിക്കുന്നത്? ഈ മേയറുടെ ഓഫീസിന് മുമ്പിലാണോ? എങ്ങനെയാണ് കാര്യങ്ങൾ? ഭദ്ര നഗരസഭയിലെ മേയറുടെ ഓഫീസിന് മുന്നിലാണ് ബി.ജെ.പി കൗൺസിലർമാരുടെ പ്രതിഷേധമുള്ളത്. ബി.ജെ.പി കൗൺസിലർമാർ ആരോപിക്കുന്നത് അതുതന്നെയാണ്. അതായത് ഈ ഒരു മരണത്തിന് ഉത്തരവാദി പൂർണ്ണമായും കോർപ്പറേഷന്റെ വീഴ്ച തന്നെയെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ എടുത്ത നടപടികളൊന്നും കൃത്യമല്ല. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കൃത്യമായ ഒരു തരത്തിലുള്ള ഒരു കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള വിവിധ വിഷയങ്ങളിലുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് ആരോപണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കൗൺസിലർമാരുടെ ബി.ജെ.പി കൗൺസിലർമാരും അതോടൊപ്പം പ്രതിപക്ഷ നേതാവിനോട് തന്നെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വീഴ്ചയിൽ ഒരു മാലിന്യ കൂമ്പാരത്തിൽ ഒരു മനുഷ്യ ജീവൻ പിടഞ്ഞു മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഭരണകൂടത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ സമ്പൂർണ്ണ പരാജയമല്ലേ? അത് കഴിഞ്ഞ നിരവധി കൗൺസിൽ യോഗം, നമുക്ക് സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിച്ചു. ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ആരോഗ്യകരമായ ഒരു ചർച്ച ഈ കൗൺസിൽ യോഗത്തിൽ നടത്താൻ അനുവദിക്കില്ല. മുഴുവൻ രാഷ്ട്രീയവാദം പറഞ്ഞുകൊണ്ട് കരാറടിസ്ഥാനത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് കരാർ കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് സമ്പൂർണ്ണമായും പരാജയമാണെന്ന്. അങ്ങനെ കരാറടിസ്ഥാനത്തിൽ കരാറുകാരനെ കരാർ ഏൽപ്പിച്ചു. ഹോട്ടൽ മാലിന്യം ശേഖരിക്കാൻ, വൻകിട സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കാൻ, ഇതൊക്കെ ശേഖരിച്ച് ചാക്കിൽ കെട്ടി ഈ ഹോട്ടലിൽ നിന്ന് മാലിന്യം കൊണ്ട് ആമയിഴഞ്ചാൻ തോടിലേക്ക് വലിച്ചെറിയുകയാണ്. നിങ്ങളെ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇത് ചാക്കിൽ കെട്ടിയ നിരവധി മാലിന്യ കൂമ്പാരങ്ങളാണ് ആമയിഴഞ്ചാൻ തോടിന്റെ ഏകദേശം കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഭാഗത്തുണ്ടാകുന്നത്. അത് പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം നഗരസഭ ഭരണകൂടത്തിനാണ്. 117 മാത്രം അധീനതയിൽ വരുന്ന റെയിൽവേയുടെ തലയിൽ വെച്ചുകൊണ്ട് ഈ നഗരത്തിലെ ജനങ്ങൾ ഇന്ന് മാലിന്യ കൂമ്പാരത്തിൽ ചവിട്ടി നടക്കുന്ന ഒരു സാഹചര്യം, ഈ മാലിന്യത്തിന്റെ പുറത്ത് അടയിരിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ഭരണകൂടം അധപ്പതിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പാർവതി പുത്തനാർ, ആമയിഴഞ്ചാൻ തോട്, ചെറിയ ചെറിയ കൈത്തോടുകൾ ഇന്ന് സ്മാർട്ട് സിറ്റിയുടെ പേരിലേക്ക് നഗരത്തിന്റെ ഒരു റോഡുകളിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കില്ല. പിഞ്ചു കുട്ടികൾ അതിനകത്ത് വീഴും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിഞ്ഞ സമരം നടത്തിയത് വഴുതക്കാട് ശ്രീമൂലം ക്ലബിന്റെ മുന്നിലേക്കുള്ള കുഴിയടക്കൽ സമരം അവിടെ നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. അങ്ങനെ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നഗരം കുഴിച്ചിട്ടിരിക്കുന്നു. ആ മാലിന്യം കൊണ്ട് പുറത്തിറങ്ങാൻ നിർവാഹമില്ല. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. പകർച്ചപ്പനിയുടെ പിടിയിൽ അമർന്നിരിക്കുന്നു നഗരം. ഇന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് അഭയം തേടുന്നത് പനി പിടിച്ചുകൊണ്ട്. കൊതുക് പടർന്നുകൊണ്ടിരിക്കുന്ന പരാജയത്തിന്റെ ഉത്തരവാദിത്വം പതിറ്റാണ്ടുകളായി CPM നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണവും ഇപ്പോൾ 4 വർഷം ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ് ജോയിയുടെ മരണം. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടിയാണ്, ഈ 4 വർഷമായുണ്ട്. അപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട് വർഷങ്ങളായുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി കൗൺസിലർമാർ എന്തെങ്കിലും പരാതി നേരത്തെ തന്നെ പലതവണ ഉന്നയിച്ചിട്ടുണ്ട്? പരാതി രേഖാമൂലം കൊടുത്തുവെന്ന് മാത്രമല്ല, ഇത് ആരോഗ്യകരമായ ചർച്ച ചെയ്തുകൊണ്ട് ഭരണകൂടത്തോടൊപ്പം ചേർന്നുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആമയിഴഞ്ചാൻ തോടിലായാലും പാർവതി പുത്തനാറിലായാലും അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഞങ്ങളുടെ പരിപൂർണ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേക കൗൺസിൽ യോഗത്തിന് നോട്ടീസ് കൊടുത്തത്. അവിടെയും ഈ ഡെപ്യൂട്ടി മേയർ എന്ന് പറയുന്ന നമുക്കത് പറയാൻ വാക്കുകൾ മോശമാണ്. അദ്ദേഹം ഒരു കോമാളിത്തരം അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ ആടിക്കുകയാണ്. അതിനകത്ത് വരുന്ന സ്ഥലത്തിൽ ഒരു ആരോഗ്യകരമായ ചർച്ച നടത്താതെ കഴിഞ്ഞ 4 വർഷം പിന്നിട്ട് പോവുകയാണ്. ഇത് നഗരവാസികൾ, ഈ ഭരണത്തിലേറ്റിയ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ഞങ്ങൾ ഇതിന്റെ തുടക്കത്തിലേ പറഞ്ഞു, ഈ മേയറെ കൊണ്ട് ഈ നഗരം ഭരിക്കാൻ സാധിക്കില്ല, അതിന്റെ സമ്പൂർണ്ണ പരാജയത്തിലാണ് എന്ന് അഡ്വക്കേറ്റ് വി രാജേഷ് ഉൾപ്പെടെയുള്ള കൗൺസിലറും ജില്ലാധ്യക്ഷനും ഒക്കെ ഞങ്ങൾ പൂർണ്ണമായും ഒരുമിച്ച് യോഗം ചേർന്ന് വിലയിരുത്തപ്പെട്ടു. ഇന്ന് 4 വർഷം പിന്നിട്ടപ്പോൾ തിരുവനന്തപുരം പാർട്ടിയുടെ CPMന്റെ ജില്ലാ കമ്മിറ്റിക്കും അവരുടെ CPMന്റെ സെക്രട്ടേറിയറ്റിനും വിലയിരുത്തേണ്ടി വന്നു ഈ മേയർ പരാജയമാണെന്ന്. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണല്ലോ. അങ്ങനെ ആ പരാജയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും
ആ മരണത്തിലേക്ക് തള്ളിവിട്ടതുമായിട്ടുള്ള ഈ ഭരണകൂടമാണ് ഈ നഗരത്തിന് ശാപം എന്ന് BJP പറയുന്നു. ഇവർ രാജിവെക്കുന്നതുവരെയുള്ള നിരവധിയായിട്ടുള്ള സമര പ്രക്ഷോഭം ഞങ്ങൾ ഇനിയും തുടരുക തന്നെ.